ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന AM ആരിഫ് നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളി. ഹൈക്കോടതിയുടേതാണ് നടപടി. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്താണ് കാരണം കാണിച്ചത് കോടതി? അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AM ആരിഫ് എന്ന ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസംഗം അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാപക പ്രചരണം നടത്തുകയും അത് മതപരമായ വർഗീയ ചേരിതിരിവിന് വഴിവെച്ചു KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എന്നുള്ളതായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹർജിയിലെ സാങ്കേതികപരമായ പിഴവ് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി അത് തള്ളിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും AM ആരിഫ് നോമിനേഷൻ നൽകുന്നതിന് മുൻപ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളാണ് കോടതിയിൽ തെളിവായി വന്നത്. നോമിനേഷൻ നൽകിയ ശേഷമുള്ള CPM കോൺഗ്രസിന്റെ പ്രസ്താവനകൾ തെളിവായി വന്നിരുന്നില്ല. അത് വാദത്തിനിടയിൽ പറയുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അതെല്ലാം ചൂണ്ടിക്കാണിച്ചായിരിക്കാം സാങ്കേതികമായി ഇപ്പോൾ AM ആരിഫിന്റെ ഹർജി തള്ളിയത്. അനുജ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.